എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിലെ MLA പാലം മുതൽ വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ബ്രിഡ്ജ് വരെയുള്ളതാണ്. ആഴംകോണം മുതൽ MLA പാലം വരെയുള്ള വീഡിയോയുടെ ലിങ്ക് ഐകാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. MLA പാലം മുതൽ ബ്രിഡ്ജ് സൈറ്റ് വരെ എർത്ത് വർക്ക് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ടാറിട്ട റോഡ് ഇല്ലാത്തതിനാൽ വീഡിയോയിൽ ചെറിയ ഷേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ദയവായി ക്ഷമിക്കുക. ഈ കാണുന്ന ഭാഗത്ത് ഒരു കനാല് നിർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ നല്ല നീരൊഴുക്കുള്ള സ്ഥലമാണ്. MLA പാലത്തിൽ നിന്ന് നേരെ പോകുന്നത് പാലാങ്കോണത്തിലേക്കാണ്. ആലങ്കോട് നിന്നും കടക്കാവൂരിലേക്ക് പോകുന്ന റോഡ് ക്രോസ് ചെയ്താണ് പാലംകോണത്ത് ഹൈവേ കടന്നു പോകുന്നത്. പാലംകോണം അല്പം ഉയർന്ന പ്രദേശമാണ്. അതിനാൽ ഇവിടെ ഒരു ഓവർപാസാണ് നിർമ്മിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ MLA പാലം മുതൽ പാലാങ്കോണം എത്തുന്നത് വരെ 6 വാൾ ഉപയോഗിച്ച് മണ്ണ് നിറച്ച് മെയിൻ റോഡ് നിർമ്മിക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് സർവീസ് റോഡുകൾ താഴ്ന്നു തന്നെയാണ് പോകുന്നത്. പാലാങ്കോണം എത്തുന്നതിന് മുന്നേ ഒരു റോഡ് കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ റോഡ് സർവീസ് റോഡിനെ കണക്ട് ചെയ്ത് ഓവർപാസ് വഴിയാണ് പോകേണ്ടത്. ഇവിടെ ഒരു വശത്തെ 6 വാളിൻ്റെ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. മറുവശത്തുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓവർപാസിൻ്റെ ഇരുവശത്തെയും മണ്ണ് കുറച്ച് നീക്കം ചെയ്തിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്ത ഭാഗങ്ങളിൽ സോയിൽ നെയിലിങ്ങും ചെയ്തിട്ടുണ്ട്. പാലാങ്കോണത്ത് മെയിൻ ഹൈവേ അടിയിലൂടെയും ആലങ്കോട് നിന്നും കടക്കാവൂരിലേക്ക് പോകുന്ന റോഡ് സർവീസ് റോഡുകളെ തമ്മിൽ കണക്ട് ചെയ്ത് മുകളിലൂടെയും പോകും. പാലാങ്കോണം ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വലിയൊരു കുന്നുണ്ട്. അതിന് മുകളിൽ ഒരു വീട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വീട് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. അതിന് കാരണം കഴിഞ്ഞ മഴക്കാലത്ത് സർവീസ് റോഡിലേക്ക് കുന്നിനോട് ചേർന്ന് വീടിനോട് ചേർന്നുള്ള മണ്ണെല്ലാം ഇടിഞ്ഞു വീണിരുന്നു. ആ വീട് അപകടമായ സ്ഥിതിയിലായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രത്തോളം ഹൈറ്റ് ഉള്ളതായി തോന്നൂല, പക്ഷേ നേരിട്ട് അതിനടുത്ത് നിൽക്കുമ്പോൾ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് കാണുന്നത്.
വളരെ ഉയരത്തിലാണ് ഈ മണ്ണ് ഇടിഞ്ഞു നിൽക്കുന്നത്. കൂടാതെ മെയിൻ ഹൈവേ വളരെ ആഴത്തിലൂടെയാണ് പോകുന്നത്. ഈ ഭാഗത്തെ മണ്ണിന് വലിയ ഉറപ്പില്ല. സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല ഭാഗത്തും മണ്ണ് ഇടിഞ്ഞ് വീണ് സർവീസ് റോഡിൽ കിടക്കുകയാണ്. രണ്ട് സൈഡിലും ഒരുപോലെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് മണ്ണ് നീക്കം ചെയ്ത് വർക്കിനാവശ്യമായ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തിയുടെ സഹായത്തോടുകൂടി മണ്ണിനെ ഉറപ്പിച്ച് നിർത്തുകയോ അല്ലെങ്കിൽ കുന്നിന് മുകൾ ഭാഗത്തുള്ള കുറച്ച് മണ്ണ് വീണ്ടും നീക്കം ചെയ്തോ മാത്രമേ ഇനി വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പാലാങ്കോണത്ത് നിർമ്മിക്കുന്ന ഓവർപാസിന് വേണ്ടിയുള്ള ഗർഡറുകളൊന്നും നിർമ്മിച്ചതായി കണ്ടില്ല. പാലാങ്കോണത്തെ ഓവർപാസ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്ന കുടൂർക്കോണം ഭാഗത്ത് നിർമ്മിക്കുന്ന ഓവർപാസിലേക്കാണ്. ഇവിടെയൊക്കെ എർത്ത് വർക്ക് നടന്നിട്ടുണ്ട്. പാലാങ്കോണത്തിനും കുടവൂർക്കോണത്തിനും ഇടയ്ക്കും ഒരു ചെറിയ കുന്നുപോലെ ഉണ്ട്. ആ ഭാഗത്ത് മണ്ണ് ഇടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡ് മുകളിലൂടെയും മെയിൻ റോഡ് താഴെ കൂടെയാണ് പോകുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് മെറ്റലൊക്കെ കൊണ്ട് അടുക്കിയിട്ടിട്ടുണ്ട്. കുടവൂർക്കോണത്തേക്ക് പോകുന്ന ഓവർപാസിനോട് ചേർന്ന് അവിടത്തേക്ക് ആവശ്യമുള്ള ഗർഡറുകളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഭാഗങ്ങളിലെല്ലാം സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് കുറേയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും വർക്ക് നടക്കുന്നതായിട്ടും കാണാവുന്നതാണ്. ആലങ്കോട് തൊപ്പിച്ചന്തയിൽ നിന്ന് കുടവൂർക്കോണം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ ഓവർപാസിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നത്. ആഴാങ്കോണത്തും പാലാങ്കോണത്തും കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഓവർപാസാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇവിടെ നിന്നും നേരെ പോകുന്നത് വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ബ്രിഡ്ജ് സൈറ്റിലേക്കാണ്. ഈ ഭാഗങ്ങളിൽ ഇനി നല്ല രീതിയിൽ എർത്ത് വർക്ക് ചെയ്യേണ്ടതുണ്ട്. പാലാങ്കോണത്ത് കണ്ടതുപോലെ തന്നെ ഇവിടെയും വളരെ ഉയർന്ന പ്രദേശമാണ്. കട്ടി കുറഞ്ഞ മേൽമണ്ണാണ് ഇവിടെയും കാണുന്നത്.
ഇവിടെ നിന്നും ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് കുത്തനെയുള്ള ഇറക്കമാണ്. അവിടെ എർത്ത് വർക്കുകൾ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു JCB മാത്രം അവിടെ നിന്ന് കുറച്ച് എർത്ത് വർക്ക് നടക്കുന്നുണ്ട്. ബ്രിഡ്ജ് നിൽക്കുന്ന പൊസിഷൻ വെച്ചിട്ട് ഇനിയും മണ്ണ് ഒരുപാട് ഇവിടെ നിന്ന് മാറാനുണ്ട്. മണ്ണ് കൂടുതലും മാറുന്നതനുസരിച്ച് പാലാകോണത്തെ പോലെ ഇവിടെയും കുന്നുകൾ ഇടിഞ്ഞു മാറാനുള്ള ചാൻസും കാണുന്നു. ഇപ്പോൾ വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന് അടുത്താണ് നിൽക്കുന്നത്. പാലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗർഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള വർക്കുകൾ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 30 ഗർഡറുകളാണ് സ്ഥാപിച്ചതായി കാണുന്നത്. വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ടെമ്പററി ആയിട്ടൊരു റോഡ് നിർമ്മിച്ചിരിക്കുകയാണ്. ഇപ്പം അതുവഴിയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസിൽ നിർമ്മിക്കുന്ന 3 അണ്ടർപാസുകളുടെയും 3 ഓവർപാസുകളുടെയും ഒരു ബ്രിഡ്ജിൻ്റെയും അപ്ഡേറ്റാണ് ഈ കഴിഞ്ഞ 2 വീഡിയോകൾ നിങ്ങൾ കണ്ടത്. ബ്രിഡ്ജിൻ്റെ മറുവശത്തെ കാഴ്ചകളും രാമച്ചംവിള മുതൽ മാമം വരെയുള്ള കാഴ്ചകളും അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.